ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് ഞാനൊരു ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് ആയി ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് വെച്ചിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത്. കുറച്ച് സാധനങ്ങൾ കൂടുതലാണ്. എന്തൊക്കെ ആവശ്യം വരും എന്തൊക്കെ ആവശ്യം വരില്ല എന്നൊന്നും എനിക്ക് പറയാൻ അറിയില്ല. എല്ലാം ഞാൻ ഓരോരുത്തരുടെ വീഡിയോ കണ്ടെടുത്ത് വെച്ചുള്ള സാധനങ്ങളൊക്കെ കേട്ടോ. ഇതും ഈ 3 സെറ്റ് ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതിൽ നെക്ക് ബെഡ് ഉണ്ട്, പിന്നെ നമുക്ക് കൈ വെച്ച് നടക്കുന്ന ബെഡുണ്ട്, ഒരു കൊട്ടയുണ്ട്. ഈ 3 ഞാൻ വാങ്ങിച്ചത്. 2 സ്വെറ്റർ വാങ്ങിച്ചിട്ടുണ്ട് ബേബിക്ക്. ജൂനിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ് ബേബി ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. അടുത്ത ബേബി സ്വെറ്റർ ഇതാണ്. ഇതും സെയിം ബ്രാൻഡാണ്, ന്യൂബോൺ ജൂനിയേഴ്സിൻ്റെ ഇതുള്ളത്. ടർക്കി വാങ്ങിച്ചിട്ടുണ്ട്. കെട്ടുടുപ്പുകളാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കെട്ടുടുപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് ആയിട്ടുള്ള ഒരു കെട്ടുടുപ്പുകളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഞാൻ കുറച്ച് ടൗൽസ് വാങ്ങിച്ചിട്ടുണ്ട്. ബേബിക്കൊക്കെ നല്ല സോഫ്റ്റ് ടൗൽസാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ വാങ്ങിച്ചത് അബുദാബിയിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. 7 months വരെ ഞാൻ UAE കാണിച്ചിരുന്നത്. പിന്നെ ഞാൻ നാട്ടിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫീഡ് ചെയ്താലും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം വാങ്ങിച്ചിട്ടുണ്ട് ടൗൽസൊക്കെ. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു ഡ്രൈ ഷീറ്റാണ്. ഉള്ളിൽ ഇതും പുറത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. അത് ഞാൻ 2 വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഷോക്സും മിറ്റൻസും ഒക്കെയാണ്. ഷോക്സൊക്കെ ഞാൻ പല കളർ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ മിറ്റൻസ് ഞാൻ ഫുൾ വൈറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതെല്ലാം ഒരു പാക്കറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ സ്വാഡിൽസ് ആണ് ബേബിക്ക് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. 5-6 വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള 2 ബ്ലാങ്കറ്റ്സ് ആണ്. നല്ല സോഫ്റ്റായിട്ട് 2 ബ്ലാങ്കറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എടുത്ത് വെച്ചുള്ള പാമ്പേഴ്സിൻ്റെ പ്യുവർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോട്ടൺ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ളൊരു പാമ്പേഴ്സാണ്. ഇതിൻ്റെ സൈസ് പിന്നെ 1 ആണ്. ന്യൂബോൺ സൈസാണ് കേട്ടോ. ഇത് 2 to 5 kg വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒരു കോട്ടനാണ്. റാഷസും ഒന്നും വരില്ല. അപ്പോൾ ഇത് ഞാൻ കൊണ്ടുവന്നത് UAE നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഫസ്റ്റ് ടോയാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂട്ട്നെസ് തോന്നി. അതിന് ഒരു ടോയ് വാങ്ങിച്ചത് ഞാൻ ഐക്യെന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാക്കറ്റ് ടിഷ്യൂ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പോക്കറ്റ് ടിഷ്യൂ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അവീനോടെ ബേബി ഷാമ്പും വാഷും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള അവീനോടെ ഒരു ബോഡി ലോഷനും പിന്നെ ഒരു സുഡോ ക്രീം, ഒരു നാപ്പി ക്രീമൊക്കെയാണ് കേട്ടോ അത്. അപ്പോൾ ഇത് റാഷസ് ഒന്നും ഇല്ലാണ്ടിരിക്കാനുള്ളൊരു ക്രീമാണ്. പിന്നെ ഒരു സെബാമെഡിൻ്റെ എക്സ്ട്രാ സോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫേസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ക്രീമും പിന്നെ ഇത് 100% വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ളൊരു പാമ്പേഴ്സിൻ്റെ ഒരു വെറ്റ് ടിഷ്യൂം പിന്നെ കുറച്ച് ക്യാപ്സും എടുത്ത് വെച്ചിട്ടുണ്ട്. 4 ക്യാപ്സാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. വൈറ്റ് ആകുമ്പോൾ എല്ലാ റോംബേഴ്സേക്കും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഗ്രീനും പിന്നെ ഒരു ആഷുമാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. ആകെ 4 ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് കുറച്ച് റോംബേഴ്സാണ്. കാലും കൈയൊക്കെ മൂടിയിട്ടുള്ള ഫുള്ളായിട്ടുള്ളൊരു ഡ്രസ്സ്. അപ്പോൾ ഞാൻ കുറച്ച് പോപ്പീസിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതുണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് റോംബർ. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് മദർ കെയറിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ സെൻട്രോ പോയിൻറ്റിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് അധികം റോംബേഴ്സും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് ഒരു പില്ലോ ആണ് കേട്ടോ. അപ്പോൾ 2 പില്ലോ വാങ്ങിച്ചിട്ടുണ്ട്. ഒരെണ്ണം എലിഫൻറ്റിൻ്റെയും ഒരെണ്ണം ഈ കരടിക്കുട്ടിയുടെയും. പക്ഷേ ഈ കരടിക്കുട്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതന്നെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ഫീഡിങ് പില്ലോ ഓർ നഴ്സിംഗ് പില്ലോ എന്നൊക്കെ പറയും. അപ്പോൾ ഇത് ഭയങ്കര ഉപകാരപ്പെട്ട സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.